ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം ജീവിതത്തിൽ ഒരു വഴി അടഞ്ഞാൽ ഒരു 100 വഴി തുറന്നു കിട്ടുകയാണ് ഈ നക്ഷത്ര ജാതകർക്ക്. ഏതൊക്കെ രാശിക്കാരാണെന്നും ഇതിലെ നക്ഷത്ര ജാതകർ ഏതൊക്കെയാണെന്നും ദൈവത്തിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് വരും ദിവസങ്ങളിൽ ഇവരുടെ കഷ്ടകാലത്തിന് എങ്ങനെ ഒരു അറുതി സംഭവിക്കും എന്നെല്ലാം ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിൽ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം മേടക്കൂറിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച്. തൊഴിൽ രംഗം മെച്ചപ്പെടുകയും അവിടെ കലഹം അവസാനിക്കുകയും ചെയ്യുന്നത് വലിയ സന്തോഷം നൽകുന്ന ദിവസങ്ങളായിരിക്കും. പല സാഹചര്യങ്ങൾ കൊണ്ട് തൊഴിൽ നഷ്ടപ്പെട്ടു പോയവർക്ക് തൊഴിൽ തിരിച്ചു കിട്ടാനോ പുതിയൊരു തൊഴിൽ സാധ്യതയോ ഗവൺമെൻറ് ഉദ്യോഗത്തിനുള്ള യോഗമോ ഫലത്തിൽ കാണുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകും, കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും, കലഹ സ്വഭാവവും കുറഞ്ഞു തുടങ്ങും. പ്രായോഗിക ബുദ്ധി പ്രകടിപ്പിക്കാൻ സാധിക്കും. അപമാനം ഏൽക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് മോചനം ഉണ്ടാകും. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. പാപപ്രവൃത്തികൾ ചെയ്യേണ്ട സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. വ്യായാധിക്യം മൂലം മനസ്വസ്ഥത ലഭിക്കും. പുതിയ അറിവുകൾ ലഭിക്കാൻ ശ്രമിക്കും. സ്വജനങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കും. നടുവ് വേദന, ഒടിവ്, ചതവ് ഇവ ശ്രദ്ധിക്കണം. ദോഷനിവാരണത്തിന് ശിവന് ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ. രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ഇനിയുള്ള ദിവസങ്ങൾ ഇവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ടായിരിക്കും ചിലവുകളും. ഇത് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് തന്നെ മനസ്വസ്ഥത ലഭിക്കുന്നതിന് ഒരു കാരണമാകും. വരും ദിവസങ്ങളിൽ തൊഴിൽ രംഗം മെച്ചപ്പെടും. തൊഴിലിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ചില വിശേഷ ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. ദാമ്പത്യ സുഖം ഉണ്ടാകും. കമിതാക്കളുടെ വിവാഹം നടക്കും. നല്ല കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും. ധനകാര്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയായി നടത്താൻ സാധിക്കും. പൊതുവെ സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. നിർബന്ധ ബുദ്ധി പ്രകടമാക്കും. ക്രൂര ചിന്തകൾ മനസ്സിൽ ഉദിക്കും. ജലമാർഗങ്ങൾ വഴിയുള്ള യാത്രകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വലിയ ദുഃഖ അനുഭവങ്ങളിൽ നിന്ന് കരകയറും. ബന്ധുജന സഹായത്തിനും സാധ്യത കൂടുതലാണ്. ദോഷനിവാരണത്തിന് ശിവന് മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി മിഥുനക്കൂറിൽ മകയിരം 3, 4 പാദങ്ങൾ. തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. തർക്ക വിഷയങ്ങളിൽ വിജയം വരിക്കാൻ സാധ്യതകളുണ്ട്. സന്താന ഉൽപാദനത്തിനുള്ള ചികിത്സകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ വലിയ താൽപ്പര്യം എടുത്ത് പ്രവർത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പാപകർമ്മങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. പുതിയ സംരംഭങ്ങൾ 100% വിജയിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയാതിരിക്കുക. ബന്ധുജനങ്ങൾ വിരോധത്തിലാകാതിരിക്കാൻ ഇത് കാരണമാകും. അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ അവസരങ്ങളുണ്ട്. അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാകും. വ്രണങ്ങൾ, പ്രമേഹബന്ധിയായിട്ടുള്ള മറ്റ് അസുഖങ്ങൾ, സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം. പലവിധ ആപത്തുകളും ഒഴിഞ്ഞുപോകും. ചില സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. ധനകാര്യ പ്രവർത്തനങ്ങൾക്ക് മുടക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉപാസനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും.
നാൽക്കാലികളിലെ അസുഖങ്ങൾ ഭേദപ്പെടാനും സാധ്യതയുണ്ട്. ദോഷനിവാരണത്തിന് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. ഇനി കർക്കിടകക്കൂറിലെ പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. എല്ലാ കാര്യങ്ങൾക്കും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാകും. ഇത് ജീവിതത്തിൽ ഒട്ടനവധി സന്തോഷങ്ങൾക്ക് വഴിയൊരുക്കും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകും. കുടുംബത്തിൽ സ്ത്രീകളെ കൊണ്ട് ചില നേട്ടങ്ങൾ, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യസാധ്യങ്ങൾ, പണം തിരികെ തരാനുള്ളവരുമായിട്ട് ഉള്ള ഇടപാടുകൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം ഇതൊക്കെ ലഭിക്കും. നേതൃഗുണം മൂലം ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കും. അധികാരസ്ഥാനങ്ങളിൽ എത്താനുള്ള സാധ്യതകളുണ്ട്. അച്ഛനുമായോ പിതൃതുല്യരുമായ മറ്റുള്ളവരുമായിട്ടോ കലഹങ്ങൾ വേണ്ടിവരും. അക്ഷമ കുറഞ്ഞു തുടങ്ങും. ദാനശീലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശൂരത പ്രകടിപ്പിക്കാതിരിക്കുക. പലവിധ രോഗാരിഷ്ഠിതകൾ, പ്രത്യേകിച്ച് ത്വക്കുബന്ധിയായവയ്ക്ക് സാധ്യതയുണ്ട്. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. സഹായികളുമായിട്ട് വേർപിരിയാൻ സാധ്യതയുണ്ട്. ദോഷനിവാരണത്തിന് ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. നല്ല അറിവുകൾ നേടാൻ ശ്രമിക്കുകയാണെങ്കിൽ വിജയസാധ്യതകൾ ഇവർക്കൊപ്പം തന്നെയാണ്. മറ്റുള്ളവരെക്കുറിച്ച് നിന്ദ്യമായി സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇന്നു മുതൽ നഷ്ടപ്പെട്ടു പോയ പല അവസരങ്ങളും വീണ്ടും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കാര്യങ്ങൾ ഇനി വളരെ വേഗത്തിൽ നടന്നു തുടങ്ങും. നേത്രരോഗം, ഉദരവ്യാധി ഇവ മൂലം ബുദ്ധിമുട്ടുന്നവർക്കൊരു പരിഹാരം ഉണ്ടാകും. കലഹഭയം മനസ്സിൽ നിന്ന് വിട്ടൊഴിയും. ശത്രുപീഡയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. ഭൂമിയുടെ കച്ചവടത്തിൽ ലാഭം നേടാനാകും. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറും. ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. തൊഴിൽ രംഗം പ്രതീക്ഷിക്കുന്നതിലും നല്ല രീതിയിൽ മെച്ചപ്പെടും. അപ്രതീക്ഷിതമായിട്ട് ചില ധനനേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ സഫലമാകുന്നതിനു വേണ്ടിയുള്ള വഴികൾ ഈ ആഴ്ചയിൽ തുറന്നു കിട്ടും. പുതിയ ഗൃഹനിർമ്മാണത്തിനും തുടക്കം കുറിക്കാം. നാൽക്കാലി വളർത്തൽ മെച്ചപ്പെടും. അഗ്നിബാധ ഒന്ന് ശ്രദ്ധിക്കണം. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി തുലാക്കൂറിൽ ചിത്തിര നക്ഷത്ര ജാതകർ 3-4 പാദത്തിൽ ജനിച്ചവർ, ചോതി, വിശാഖം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. സ്വജനങ്ങളുടെ നേതൃത്വം ലഭിക്കും. ബന്ധുജനങ്ങളോട് സ്നേഹബന്ധം കൂടുതലാകും. സജ്ജനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെടാൻ അവസരങ്ങൾ ഉണ്ടാകും. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ലഭിക്കും. മനസ്വസ്ഥത വർദ്ധിക്കും. മക്കളെ കൊണ്ട് സമാധാനം ലഭിക്കും. മക്കൾക്ക് സന്തോഷ അനുഭവം കൂടുതൽ ഉണ്ടാകും. പുതിയ വീടിനായിട്ട് ശ്രമം തുടങ്ങാം. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ധനലാഭവും പ്രതീക്ഷിക്കാം. കുടുംബജനങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. ഉദരവ്യാധി, പനി, ചുമ ഇവ ശ്രദ്ധിക്കണം. രക്തസമ്മർദ്ദത്തിൻ്റെ അനിശ്ചിതാവസ്ഥയും സൂക്ഷിക്കണം. ദുർജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് കോട്ടം തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിവാഹ ആലോചനകൾ സഫലമാകും. പണം വായ്പ കൊടുത്താൽ തിരികെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടും. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ദ്വാദശാക്ഷരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വൃശ്ചികക്കൂറിൽ വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾക്കൊരു അറുതി വരും. മനസ്സിനും വീട്ടിനും സ്വസ്ഥത വർദ്ധിക്കും. വീടിന് അറ്റകുറ്റപ്പണികൾ നടത്താൻ ശ്രമിച്ചാൽ സാഹചര്യം അനുകൂലമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടാകും. മുൻകോപം നിയന്ത്രിക്കണം. ബന്ധുക്കൾ ശത്രുക്കളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റം, അതുവഴി ആദരവും ലഭിക്കും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. സ്ത്രീകളുടെ, പ്രത്യേകിച്ച് മാതൃതുല്യവർ ആയവരുടെ കോപത്തിൽ നിന്നും മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളിലും സന്തോഷം ഉളവാകും.
ഗവൺമെൻറ്റുമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ഉണ്ടാകും. ശത്രുക്കളുടെ എതിർപ്പിൻ്റെ ശക്തി കുറയുകയും ചെയ്യും. ഇവർ ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമന്ത്ര സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക.